ഇന്റേണൽ ഒക്കെ കഴിഞ്ഞോ? ഹലോ 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 റഗുല കേൾക്കാൻ വയ്യേ? ആ സാർ ഇപ്പം പറഞ്ഞോ, ഇപ്പം കേട്ടില്ല. ആ ഇന്റേണൽ ഒക്കെ നന്നായിട്ട് എഴുതിയോ? ആ അസുഖം മാറി? ഇല്ല, എനിക്ക് ഇന്നലെ പനിയുണ്ട് ചെറിയ. ഇപ്പോഴും ഉണ്ട്? ഈ പരീക്ഷ ഉം. ഇന്റേണൽ എഴുതിയപ്പോഴും പനി ഉണ്ടായിരുന്നു? പരീക്ഷ ചെയ്തുമല്ല, ഇന്നലെ രാത്രി മാത്രം കുറച്ച് ചെറുതായിട്ട്. ആണോ? പക്ഷെ പരീക്ഷയ്ക്ക് മുമ്പും ഒന്ന് രണ്ട് ദിവസം ഉം. സുഖമില്ലായിരുന്നല്ലോ? അത് പിന്നെ കുറച്ച് കുറവുണ്ടേനും പിന്നെ വന്നു. ഡോക്ടറെ ഒന്നും കണ്ടില്ല? അല്ല, എനക്ക് അത് വിറ്റാമിൻ ഡിന്റെ കുറവുള്ളോട്ട് പെട്ടെന്ന് ഇതാണ് അസുഖം. അതിന്റെ സൊല്യൂഷൻ എന്താ? അതിന് ടാബ്ലറ്റ്സ് ഉണ്ട്, അതായത് വൈറ്റമിൻ ഒമേഗ പിന്നെ. വൈറ്റമിൻ ഡി ആണോ ഈ വെയിൽ കൊള്ളലുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ആ ആണോ? അതിന് ഉം ആണോ? വെയിൽ കൊള്ളലുമായിട്ട് ബന്ധപ്പെട്ടതാ? അതന്നെ അതന്നെ. അത് ഫോറിനേഴ്സിന്, യൂറോപ്യൻസിനൊക്കെ അല്ലേ ഉണ്ടാകുന്നത്? അമേരിക്കക്കാർക്ക്? എനിക്ക് ഡെഫിഷ്യന്റ് ആണ് അത്. അതെ, വെയിൽ കൊള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അത്? അതന്നെ അതന്നെ. അവരതിന് കായൽ കടലിന്റെ തീരത്തെല്ലാം പോയി ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി ആ അവർ ചെയ്യുന്നു അല്ലേ? അങ്ങനെയല്ലേ? ഉം ഓക്കെ. അപ്പോ കണ്ണൂര് ബീച്ചൊന്നും ഇല്ലേ? പയ്യാമ്പലം ഞാൻ സപ്ലിമെന്റ് തന്നെ എടുക്കല. സപ്ലിമെന്റ് ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ? ഉം. അപ്പോ അത്യാവശ്യം ബീച്ചിലൊക്കെ പോയി ഷോർട്സ് മാത്രം ഏതാ? ഇട്ടുണ്ട് ചാട്. ഉം. ഓക്കെ. അപ്പോ പ്രോബിലിറ്റി ബേസ് തിയറി നമുക്ക് നോക്കാം. ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്, കോൺഫിഡൻസ് ഇന്റർവെൽസ്, ഇത് സംഭവം അറിയാല്ലേ? ഇത് റിസർച്ച് മെത്തഡോളജി ആയിട്ട് ബന്ധപ്പെട്ട അറിയില്ല? ഇത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ആണോ? അതെ, ഉം. അറിയാം, കേട്ടിട്ടുണ്ട്. അതോ ഡീറ്റെയിൽ ഉണ്ട്? അതൊരു ജസ്റ്റ് ഒരു ഇത് തിയറം പോലെ അല്ലേ? അതൊരു തിയറം പോലെ ഫോർമുല, ജസ്റ്റ് എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തോ ഫോർമുല അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ട്, ഞാൻ നോക്കിയിട്ട് പറയാം. ആ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, പിയേഴ്സൺ ആൻഡ് സ്പിയർമാൻ കോറിലേഷൻ, പിന്നെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, പിന്നെ റാൻഡം ഫോറസ്റ്റിലെ എക്സ്റ്റി ബൂസ്റ്റും ലൈറ്റ് GBM-ഉം, പിന്നെ ടൈം സീരീസ് ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു സംഭവമാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് EDA. ഓക്കെ, ഞാൻ ഇപ്പൊ ആദ്യത്തെ 2-3 ടോപ്പിക്ക് പറഞ്ഞിട്ടേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലോഗ് ഫയലിന്റെ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഈ ലോഗ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാണാവോ? ഇപ്പൊ ഒരു നോട്ട് പാഡ് അല്ലേ? അല്ല, ഞാൻ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കാണാം. കാണാം. ഈ ലോഗ് ഫയൽസ് എന്താണെന്നറിയോ? ലോഗ് മറ്റേ ഇപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് വന്നാല് അപ്പം തന്നെ അത് ഇത് കാണിക്കുന്ന ഇതല്ലേ? ഇത് ഫയലിൽ സ്റ്റോർ ചെയ്യുന്നല്ലേ? ഇത് എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നാല്. ഇത് നമ്മള് സോഫ്റ്റ്വെയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ ലോഗ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡൊക്കെ എഴുതി വെക്കും. അങ്ങനത്തെ പരിപാടിയുണ്ട്. അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ ഇതിൽ പറയുന്നത് ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലിനക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില ലോഗുകളാണ് അല്ലെ? നമ്മളൊരു സാധാരണ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇതിന്റെ ടൈം സ്റ്റാമ്പ് എല്ലാം വെച്ചിട്ട് ലോഗ് ഫയൽ ഇരുന്നില്ലേ? ഒരു ലോഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ചില കേസുകളിൽ ഈ ലോഗ് ഫയൽ വെച്ചിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതൊരു എക്സ്ട്രീംലി
വലിയൊരു പ്രോസസ്സാണ് അത്. അതായത് എന്തെങ്കിലും സോഫ്റ്റ്വെയറിന് സംഭവിച്ചു കഴിഞ്ഞാൽ ലോഗ് ഫയലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി വളരെ ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ 100% അത് ആപ്ലിക്കേഷൻസ് ഓരോ സെക്കൻഡിൽ ഓരോ മിനിറ്റിൽ എന്താ നടന്നതെന്ന് ലോഗ് ഫയലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് കൊടുത്തത് അവര് പറയുന്നതിന് മുമ്പ് അവരുടെ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും സോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ അവിടെ നമ്മളൊരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ് ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ പറയുന്നത് ലോ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇതിൽ നമ്മളൊരു പ്രോജക്റ്റ് പോലെ ഡീറ്റെയിൽസ് പറയാൻ നോക്കുക. ഇവിടെ റെഗെക്സ് ഉണ്ട്, ബർട്ട്, LLM ഉണ്ട്. ഈ റെഗെക്സും ബർട്ടും LLM എന്താണെന്നറിയാം അല്ലേ? LLM മോഡൽ ആണല്ലേ? അതെ. റെഗെക്സ് എന്താ? റെഗുലർ എക്സ്പ്രഷൻ അല്ലേ? റെഗുലർ എക്സ്പ്രഷൻ ഡീറ്റെയിൽ ഇപ്പോ എക്സ്പ്രഷൻ പറ്റിയതല്ല, നമ്മള് വാലിഡേഷൻ പാറ്റേണിലുള്ള പാറ്റേൺസ്. റെഗെക്സ് ഞാൻ ഷെയർ ചെയ്യുന്ന കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കാണാവാ? ChatGPT കാണാം. ChatGPT എടുത്തിരിക്കുന്നത് അത് കാണാലോ അല്ലേ? കാണാം. അപ്പോ are patterns used to search, match and manipulate text in a flexible and efficient. ഇത് നമ്മൾ ലോഗ് ഫയലിൽ നിന്ന് ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയും മാച്ച് ചെയ്യുകയും ആ ടെക്സ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യാൻ പോകും. ഇത് വൈഡ്ലി ടെക്സ്റ്റ് പ്രോസസ്സിങ്ങിനും ഡേറ്റ വാലിഡേഷനും പാറ്റേൺ റെക്കഗ്നിഷനും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു user/d+ logged in 123 logged in, user 987 logged in. ഇത് 1 or more digit ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ? അതായത് D+ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ഡിജിറ്റ് അങ്ങനെയുള്ള ലോഗ് ഫയലുകൾ എന്തൊക്കെയാന്ന് സെർച്ച് ചെയ്യുന്നത്. പിന്നെ ഡേറ്റാബേസ് കണക്ഷൻ ഫെയിൽഡ്, എറേഴ്സ് എന്തൊക്കെയാ, എവിടൊക്കെയാ ലോഗ് ഫയലിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു എറർ നടക്കുമ്പോൾ എററിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ വരെ നമുക്ക് ലോഗ് ഫയലിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ നമ്മുടെ സിസ്റ്റത്തിൽ വന്ന കുഴപ്പം. അവിടെ വെച്ചത് റെക്ടിഫൈ ചെയ്യാന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ മെഷീൻ ലേണിംഗ് നോക്കുക. അപ്പൊ ഇവിടെ ഒരു എറർ കണ്ടു, ഡേറ്റാബേസ് കണക്ഷൻ ഫെയിൽഡ്, സിസ്റ്റം ക്രാഷ് ഡിറ്റക്റ്റഡ്. ഓക്കെ, അപ്പൊ അതാണ് റെഗെക്സിൽ പറഞ്ഞിരിക്കുന്നത്. സ്ട്രഗിൾസ്. അപ്പൊ ഇതിന് ഈ സ്ട്രക്ചേർഡ് ഡേറ്റയിലെ റെഗെക്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ലിമിറ്റേഷൻ ആണ്. അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ് ആണ്, കാര്യം ബുദ്ധിമുട്ടാണ്. ലാർജ് ആൻഡ് ഡൈവേഴ്സ് ലോഗ് പാറ്റേൺസ് ആണെങ്കിലും പ്രയാസമാണ്. ഇത് റെഗെക്സ് പാറ്റേൺസ് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മള് റെഗെക്സ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലേ. നോർമൽ സെർച്ചും മാച്ചും മാനിപ്പുലേഷനും ഒക്കെ സാധാരണ ഒരു ടെക്സ്റ്റ് ഫയലിൽ നടക്കുന്ന പോലെ ചില സിൻടാക്സ് ഒക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ അൺസ്ട്രക്ചേർഡ് ഡേറ്റയൊക്കെയാണ്, ലാർജ് ഡൈവേഴ്സ് ലോഗ് പാറ്റേൺസ് ഒക്കെ ആണെങ്കിൽ സംഭവം നടക്കില്ല. അപ്പൊ റെഗെക്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി ബർട്ട് എന്താണ്? ബർട്ട് പറഞ്ഞു അല്ലെ? ബർട്ട് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ എൻകോഡർ റെപ്രസെന്റേഷൻ ഫ്രം ട്രാൻസ്ഫോമേഴ്സ്.
BERT is a deep learning model developed by Google for NLP. Unlike traditional models, BERT understands context in text by looking at words before and after a target. അപ്പോ മുമ്പും പുറകും കൂടെ നോക്കുക, അതാണ് BERT ചെയ്യുന്നത്. നമ്മുടെ ലോഗ് ക്ലാസിഫിക്കേഷനിൽ BERT എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ലോഗ് മെസ്സേജിന്റെ വെക്ടർ എംബഡിങ്, ന്യൂമറിക്കൽ റെഫറൻസ്. നമുക്ക് ഈ വെക്ടർ എംബഡിങ്ങിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. വെക്ടർ എംബഡിങ് നമ്മള് സെന്റിമെന്റൽ അനാലിസിസിൽ ഒരു ന്യൂമറിക്കൽ റെപ്രസെന്റേഷനിലേക്കൊക്കെ പോയില്ലേ? അതായത് ടെക്സ്റ്റിനെ ന്യൂമറിക്കൽ ആക്കുന്ന അതായത് ഇപ്പോ കിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ ഒരു വാക്കുണ്ട്. അതിൽ നിന്ന് ഒരു മാന്റെ നമ്പർ കുറച്ചാല് ആ റോയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക. അതിന്റെ കൂടെ ഒരു വിമൻ ചേർത്താൽ അത് ക്യൂനാക്കാൻ പറ്റും. ഇത് ഒരു മാത്തമാറ്റിക്കലി റെപ്രസെന്റേറ്റീവ്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അങ്ങനെയാണ് ആ നമ്പർ പ്രസന്റ് ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗിൽ അങ്ങനെയാണ് ആ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ. അപ്പോ ആ ലേയേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോ അതാണ് ഈ വെക്ടർ എംബഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺവേർട്സ് ലോഗ് മെസ്സേജസ് ഇൻടു വെക്ടർ എംബഡിങ്. അപ്പോ ന്യൂമറിക്കൽ റെപ്രസെന്റേഷനിലേക്ക് വരും. അപ്പൊ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ മീനിങ് ഫുൾ ആയതുകൊണ്ട് നമുക്ക് ചില മീനിങ്സ് അതിനകത്തുനിന്ന് കിട്ടും അല്ലെ? ഞാൻ ഈ കിങ്ങും മാനും വെച്ചിട്ട് നമ്മൾ എവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ. ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്താൽ അതിനകത്തുനിന്ന് മാൻ കുറയ്ക്കാം. ക്യൂവിന്റെ ക്വാളിറ്റീസിലെ ലേഡി എന്നുള്ള അല്ലെങ്കിൽ വിമൻ എന്നുള്ള മാറ്റിയിട്ട് ക്യൂവിന്റെ എന്തുണ്ടോ അത് കിങ്ങിൽ നിന്ന് കുറച്ച മാൻ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ചില കാൽക്കുലേഷൻസ് പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് പ്രോസസ്സിംഗിൽ നമ്പർ അതിന്റെ ബിഹൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ യൂസസ് ദീസ് എംബഡിങ്, അപ്പൊ കൺവേർട്സ് ലോഗ് മെസ്സേജ് ഇൻടു വെക്ടർ എംബഡിങ് ബട്ടിൽ ചെയ്യും. നമുക്കിത് യൂസ് ദീസ് എംബഡിങ്സ് ടു ട്രെയിൻ. അപ്പൊ ഈ എംബഡിങ് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിലെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് പാറ്റേൺ ചേഞ്ച് ആണെങ്കിൽ പോലും നമുക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സോൾവ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റെഗക്സിൽ ചില കാര്യം നടക്കത്തില്ല, അത് ബർട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റെഗക്സിൽ നടക്കാത്ത ഈ കാര്യങ്ങൾ ഈ പറയും. അണ്ടർസ്റ്റാൻഡ് മീനിങ് ആൻഡ് കണ്ടക്ഷൻ ഓൺ ജസ്റ്റ് പാറ്റേൺസ്, ഹാൻഡിൽ അൺസ്ട്രക്ചേർഡ് ലോഗ്സ് ബെറ്റർ ദാൻ റെഗക്സ്, ലേൺ ഫ്രം ഡേറ്റ മേക്കിംഗ് ഇറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മള് ആ തുടക്കത്തില് എല്ലാം ലാർജ് ലാംഗ്വേജ് മോഡൽ നമുക്ക് അറിയാലോ. യെസ്, ഞാൻ ഇപ്പൊ PPT ഷെയർ ചെയ്യുന്നത് കാണാലോ അല്ലെ? ഓവർവ്യൂ ഓഫ്, ഞാൻ ഒരു പ്രോജക്റ്റാ പറയുന്നത്. ഓവർവ്യൂ ഓഫ് ദി ലോഗ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ബിസിനസ് പ്രോബ്ലം ആൻഡ് മോട്ടിവേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ലോഗ് മോണിറ്ററിംഗ്. അപ്പോ ആ ലോഗ് ക്ലാസിഫിക്കേഷനിൽ പലതും ഉണ്ട്. ലോഗിൻ ചെയ്യുന്നത്, എറർ വരുന്നത്, ഡേറ്റാബേസ് റിലേറ്റഡ്, അങ്ങനെ നമുക്ക് പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് നമ്മൾ അതിന്റെ പ്രപ്പോസ്ഡ് സൊല്യൂഷൻ ആണ്. നമുക്ക് സൊല്യൂഷൻ എന്താ വേണ്ടതെന്ന് വെച്ചാല്, നമ്മുടെ സിസ്റ്റം എവിടെയെങ്കിലും വെച്ച് കംപ്ലൈന്റ് ആയാല് അത് നമുക്ക് എവിടെ വെച്ചാണ് കംപ്ലൈന്റ് ആയത്, എങ്ങനെയാ സൊല്യൂഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്ക് വേണ്ട. ഓക്കെ, അതായത് ഇപ്പോ ചിലപ്പോ യൂസർ ലോഗിൻ ചെയ്തപ്പോ എറർ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തപ്പോ എറർ വന്നിട്ടുണ്ടാവും.
അല്ല എന്തെങ്കിലും പ്രിന്റ് ചെയ്യുമ്പോൾ എറർ വന്നിട്ടുണ്ടാവും. അപ്പോ അത് വെച്ച് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു ലോഗ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കും. ഇതിനകത്തൊരു ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ലേണിംഗിലേക്കൊക്കെ പോകാം. ചിലത് നമുക്ക് ധാരാളം ഡേറ്റ കാണില്ല. അപ്പോൾ മറ്റു ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഹൈബ്രിഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു. ഓക്കെ, ഹലോ 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 നെറ്റ് പോകുന്നുണ്ടോ? ഋതുലെ, ഋതുൽ ഹലോ. ഹലോ, ഇത് ഞാൻ പറയുന്നത് വിട്ടുപോകുന്നതാണ്. അവിടെ നെറ്റിന്റെ കുഴപ്പമാണോ? എന്റെ തോന്നുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു ഹൈബ്രിഡ് പാറ്റേണിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം റെഗെക്സ് ഒരു ഫിക്സ്ഡ് പാറ്റേൺസ് ആണ്. ഒരു ടെക്സ്റ്റ് ഫയലിൽ ചില കമാൻഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും സെർച്ച് ചെയ്തെടുക്കുന്ന, നോർമലി നമുക്ക് മനസ്സിലാകുന്ന ഒരു മെത്തേഡാണ്. അല്ലെ, നോട്ട് പാഡിലൊക്കെ വെച്ച് സെർച്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ലോഗ് ഫയലിൽ നിന്ന് ചില പാറ്റേൺസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും റെഗെക്സ് വെച്ചിട്ട്. നമ്മൾ ബർട്ടിൽ എത്തുമ്പോൾ നമ്മൾ ബർട്ടിൽ പറഞ്ഞു ഇതിനകത്ത് ആ എംബഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പോൾ ആ ലോജിസ്റ്റിക് റിഗ്രഷൻ ഫോർ കോമൺ പാറ്റേൺസ് നമുക്ക് ഇതിൽ നിന്ന് പോസിബിൾ ആണ്. എല്ലാം വെച്ചിട്ട് നമ്മൾ ചില കോംപ്ലക്സ് പാറ്റേൺസ് വിത്ത് സാമ്പിൾസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലായി, നമ്മുടെ അപ്രോച്ച് എന്താണെന്ന് പിടികിട്ടി അല്ലേ. നമ്മള് ഇനി അത് ഡേറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ നടത്തുക. നമ്മൾ ലോഗ്സ് എല്ലാം അഗ്രിഗേറ്റ് ചെയ്യും അതിനൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലേക്ക്. നമ്മൾ റെഗെക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്ട്രക്ചേർഡ് ഫോർമാറ്റ് വേണം. അതുമല്ല, ഈ ലോഗ് ഫയൽ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെയല്ലേ, നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഉണ്ടാക്കാമല്ലോ. നമ്മളുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോഗ് ഫയൽസ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ ഉണ്ടാക്കാൻ പറ്റും, അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ലോഗിനെ നമ്മൾ ലേബൽ ചെയ്യും ഫങ്ഷണൽ കാറ്റഗറി വെച്ച്. നമുക്ക് വേണ്ട ഫങ്ഷണൽ കാറ്റഗറി വെച്ച് നമ്മൾ ലേബൽ ചെയ്യും. അത് നമ്മൾ ചിലപ്പോൾ ഡാറ്റാബേസ് റിലേറ്റഡ് എന്ന് പറഞ്ഞാകാം, ചിലപ്പോൾ ലോഗിൻ റിലേറ്റഡ് ആയിട്ട് പറയാം, ചിലപ്പോൾ പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് പറയാം. അങ്ങനെ നമുക്ക് നമ്മളുടെ ആവശ്യം അനുസരിച്ച് ആ ലോഗിനെ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഐഡന്റിഫൈങ് പാറ്റേൺസ് ഫോർ ക്ലാസിഫിക്കേഷൻ അങ്ങനെ ചെയ്തു. ഇവിടെ നമ്മളോട് ഓൾറെഡി പറഞ്ഞത് ഹൈബ്രിഡ് ക്ലാസിഫിക്കേഷൻ അപ്രോച്ച് ആണെന്ന് പറഞ്ഞു. അപ്പൊ റെഗെക്സിൽ നമുക്ക് ക്വിക്ക് ആൻഡ് ആക്യുറേറ്റ് സ്ട്രക്ചേർഡ് പാറ്റേൺ പോസിബിൾ ആണ്. ബർട്ട് ആൻഡ് ലോജിസ്റ്റിക് റിഗ്രഷൻ വെച്ചിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഫോർ വെൽ ലേബിൾഡ് ഡേറ്റ പോസിബിൾ ആണ്. എല്ലാം വെച്ചിട്ട് കോംപ്ലക്സ് ലോഗ്സ് വിത്ത് മിനിമൽ ഡേറ്റ പോസിബിൾ. ഓക്കെ, ഇനി നമ്മൾ മോഡൽ ട്രെയിനിങ് ആൻഡ് ഇവാലുവേഷനിലേക്ക് പോവുക. ട്രെയിനിങ് ലോജിസ്റ്റിക് റിഗ്രഷൻ വിത്ത് ബർട്ട് എംബഡിങ്. ആ എംബഡിങ്ങിന്റെ ഒരു പരിപാടി ഉണ്ട്. ആ ന്യൂമറിക്കൽ കൺവേർഷൻ ഒക്കെ വെച്ചിട്ട്. പിന്നെ ആംബിഗ്വസ് പ്രഡിക്ഷൻ. ഈ ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. ഒരു രീതിയിൽ മാത്രം ചെയ്യുന്നത്, വ്യക്തതയില്ല, ക്ലിയർ അല്ല എന്നുള്ളതാണ്. നമുക്ക് ആ പ്രഡിക്ഷൻ കണ്ടാ നമുക്ക് മനസ്സിലാവില്ല, ശരിക്കും മനസ്സിലാവില്ല. എന്തൊക്കെയോ മനസ്സിലാവും, ശരിക്കും മനസ്സിലാവില്ല. അതാണ് ഹാൻഡ്ലിങ് ആംബിഗ്വസ് പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പെർഫോമൻസ് മെട്രിക്സ്, പ്രിസിഷൻ, റീകോൾ, ആക്യുറസി, ഇത് പെർഫോമൻസ് മെട്രിക്സ് പറഞ്ഞു. പിന്നെ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ്. ഞാനേ എടുത്തത് വേറൊരു
പവർ പോയിന്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞത് അത് പറയാം. ഉം. യൂസിങ് ഫാസ്റ്റ് API ഫോർ ബാക്ക് എൻഡ് സെർവർ. ഈ ഫാസ്റ്റ് API എന്താണെന്നറിയോ? ഒരു വെബ് ഫ്രെയിംവർക്ക് അല്ലേ? ഫ്രെയിംവർക്ക് ആണ്. ഇവിടെ എന്തോ മൈക്രോ മെസ്സേജിങ്ങോ അങ്ങനെയുള്ള ചില കണക്ഷൻ, അങ്ങനെയുള്ള ചില പരിപാടിയൊക്കെ ഉണ്ട് ഫാസ്റ്റ് API. ആ ആ അങ്ങനെ എന്തൊക്കെയോ പരിപാടി അവിടെ ചെയ്യാൻ പറ്റും. വാട്സപ്പിലൊക്കെ മെസ്സേജ് എവിടെയോ സ്റ്റോർ ആകും, എന്നിട്ട് നമുക്ക് തിരുത്താനൊക്കെ പറ്റുന്നില്ലേ, എഡിറ്റ് ചെയ്യാനൊക്കെ. ആ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ആക്ടിവിറ്റീസ് ഈ മെസ്സേജിങ്ങിൽ ഈ ഫാസ്റ്റ് API വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഉം. ഓക്കെ, ഉം. അത് ഈ ഫാസ്റ്റ് API ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. API ഫോർ ലോഗ് ക്ലാസിഫിക്കേഷൻ. അവിടെ അതിന്റെ അവർ മൈക്രോ സർവീസസ് അങ്ങനെ എന്തോ ഒരു കൺസെപ്റ്റ് ഒക്കെ പറയുന്നുണ്ട്, മൈക്രോ സർവീസസ് ഒക്കെ വെച്ച്. പിന്നെ ഉം. എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ്. ഡെമോ ആൻഡ് ഔട്ട്പുട്ട്. എക്സാമ്പിൾ ലോഗ് മെസ്സേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. Example log message and classification. System generated functional categories. Integration with the monitoring tools like Splunk. അങ്ങനെയുള്ള ചില ടൂൾസ് ഉണ്ട്. പിന്നെ resume and carrier impact. How to add this project to ഇത് നമ്മൾ ജസ്റ്റ് ഈ എന്താ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു വാക്കാം. എൻഹാൻസിങ് ML ആൻഡ് ഡേറ്റ എഞ്ചിനീയറിംഗ് സ്കിൽസ് ഇൻഡസ്ട്രി. അത് ആ പ്രൊഫൈൽ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാക്കാണ്. ഓക്കെ, ശരിക്കും ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. സ്ലൈഡ് ഇതാ. A hybrid approach using regex, BERT and LLM, or your log classification system. Importance of log monitoring project goals without proper log monitoring. Delayed issue detection. ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാൻ കാരണം. അതായത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പ്രയാസം, അല്ലെങ്കിൽ അതിന് താമസം വരുന്നു. പിന്നെ ഇത് മാനുവലായിട്ട് അനലൈസ് ചെയ്യുന്ന ഇൻഎഫിഷ്യന്റ്, മാനുവലായിട്ട് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വീക്കർ സെക്യൂരിറ്റി മെഷേഴ്സും ഉള്ളത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത്, ഈ ഒരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റിലേക്ക് പോകുന്നതിന്റെ കാരണം ഇതാ. നമ്മുടെ സോഫ്റ്റ്വെയറിൽ എവിടെയെങ്കിലും കുഴപ്പം വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ താമസം വരുന്നു. പിന്നെ മാനുവൽ ലോഗ് അനാലിസിസ് ഇമ്പോസിബിൾ ആണ്. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് വീക്കർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് എ സോഫ്റ്റ്വെയർ കമ്പനി ഫേസസ് മേജർ ഡൗൺ ടൈംസ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രൊആക്റ്റീവ് മോണിറ്ററിംഗ്. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ കമ്പനി ഫേസസ് മേജർ ഡൗൺ ടൈം. ഇത് അറിയാം, സോഫ്റ്റ്വെയർ കമ്പനീസിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർ ശരിയായിട്ട് മോണിറ്റർ ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും കസ്റ്റമർ കംപ്ലൈന്റുകൾ പൈലപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ കസ്റ്റമർ സർവീസ് കൊടുക്കാൻ വയ്യാണ്ട് വരും, അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത് ഇങ്ങനെയുള്ള ചില കുഴപ്പം അതിനകത്ത് വന്നു എന്നുള്ളത്. ഓക്കെ, ഈ പ്രശ്നം പരിഹരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഗക്സും ബെർട്ട് ലോജിസ്റ്റിക് അത് നമ്മൾ പറഞ്ഞു. കോംപ്ലക്സ് പാറ്റേൺ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിംഗ് ഓഫ് ലോഗ്, aggregation of logs into structured format, training and pre-processing, understanding log distributions. ഇവിടെ നമ്മൾ ലോഗ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കും. അതിലെ കീ പാറ്റേൺസ് ലോഗ് മെസ്സേജിൽ ഐഡന്റിഫൈ ചെയ്യും. ഇതിൽ കൺവെൻഷണൽ ലോഗ് കൂടാതെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫിക്സ്ഡ് പാറ്റേൺസ് ഈസിലി ഐഡന്റിഫൈഡ് യൂസിങ് റെഗുലർ എക്സ്പ്രഷൻ. ആ ഫിക്സ്ഡ് പാറ്റേൺസ് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ട്രാൻസ്ഫോംസ് ലോഗ് മെസ്സേജസ് ഇൻ ടു മീനിങ് ന്യൂമറിക്കൽ വെക്ടേഴ്സ്. ഇത് നമ്മൾ ML-ന്റെ കേസിലേക്ക് വന്നു. ബർട്ട് വെച്ചിട്ട് ചില ലോഗ് മെസ്സേജസ് നമ്മൾ ന്യൂമറിക്കൽ വെക്ടേഴ്സ് ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ
ഇതിനകത്ത് ക്ലാസിഫിക്കേഷനിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ LLM ലാർജ് ലാംഗ്വേജ് മോഡൽ ഉപയോഗിക്കുന്നത് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഡേറ്റ ആണുള്ളത് കൊണ്ടാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ LLM ഉപയോഗിക്കുന്നത്. ഇത് കോസ്റ്റ് എഫിഷ്യൻസി, ആക്യുറസി, സ്കെയിലബിലിറ്റി ഓഫ് ഹൈബ്രിഡ് അപ്രോച്ച്. ഇത് യൂസിങ് ക്ലസ്റ്ററിംഗ് ടു ഗ്രൂപ്പ് ലോഗ് മെസ്സേജസ് ഇൻ മീനിങ്ഫുൾ ക്ലസ്റ്റേഴ്സ്. Then identifying fixed patterns through unsupervised clustering. Unsupervised clusteringilum fixed patterns identify ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ regex patterns create ചെയ്യും to classify structured log message. അത് നമ്മൾ regex patterns ഉണ്ടാക്കും. Generating, embedding and training logistic regression. Training logistic regression. അപ്പോൾ എംബഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജനറേറ്റ് ചെയ്യും. പിന്നെ പ്രിസിഷൻ റീകോൾ എഫർട്സ് ഫോർ ഡിഫറെന്റ് ലോഗ് കാറ്റഗറീസ് ഇവാലുവേഷൻ മോഡൽ. പിന്നെ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ്, ഒപ്റ്റിമൈസിംഗ് മോഡൽ പാരാമീറ്റേഴ്സ് ഫോർ ബെറ്റർ പെർഫോമൻസ്. LLM implementation with GROQ cloud for handling ambiguous logs. ഇതൊരു ക്ലൗഡിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. LLM for handling ambiguous logs. ക്ലിയർ അല്ലാത്ത ലോഗ്സിന് വേണ്ടി. Then fast API for backend deployment. ഇത് ബാക്കെൻഡ് ഡിപ്ലോയ്മെന്റ് ആണ്. ബാക്കെൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റാബേസ് ഹാൻഡ്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മൈക്രോ സർവീസസ് എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. ഫാസ്റ്റ് API ആണ് ഉപയോഗിക്കുന്നത്. Okay. Exposing a low classification model as an API service. ഇവിടെ ചില മൈക്രോ സർവീസിങ് അങ്ങനെയൊക്കെയുള്ള ചില ടേമുകളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഫാസ്റ്റ് API ആയിട്ട് ബന്ധപ്പെട്ട്. API end point for classification. How to interact with the classification API. Then sending log message via API calls for real-time classification. Via API calls for real-time classification. Real-time classification ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ best practices for hosting ML models. Best practices ആ ക്ലൗഡുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുമായിരിക്കും. Deploying the API on cloud. Best practices for hosting ML models. Okay. And then ഈ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ ആൾക്കാർ ചെയ്യുന്ന ചില പ്രാക്ടീസസ് നമുക്ക് കിട്ടുക ചെയ്യുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്യൂരിറ്റി കൺസിഡറേഷൻ, പ്രിവെന്റിംഗ് API മിസ്യൂസ് ആൻഡ് എൻഷുറിംഗ് ഡാറ്റ പ്രൈവസി. എൻഷുറിംഗ് ഫാസ്റ്റ് ഇൻഫറൻസ് വിത്ത് ഹൈബ്രിഡ് അപ്രോച്ച്. അങ്ങനെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യും. ആൻഡ് ഇൻക്രീസിംഗ് ലോഗ് വോളിയം എഫിഷ്യൻസി. Increasing log volume efficiently. Log monitoring tools. How the system can complement the tools like Splunk. The Splunk എന്നുള്ള tools എങ്ങനെ integrate ചെയ്യാൻ പറ്റും. Industry is benefiting from automated log classification. Logging system use cases. എങ്ങനെയാണ് ഓട്ടോമേറ്റഡ് ലോ ക്ലാസിഫിക്കേഷനിൽ ഇൻഡസ്ട്രി ബെനിഫിറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് അനോമലി, ഇൻകറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഡിറ്റക്ട് ചെയ്യും. അനോമലി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? അനോമലീസ് അപ്പോ ചിലടത്ത് അപ്ഡേറ്റ് ആയി, ചിലടത്ത് അപ്ഡേറ്റ് ആയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അനോമലീസ് ആണ്. ഹാൻഡ്ലിംഗ് എഡ്ജിങ്, ഓട്ടോമാറ്റിക് മോഡൽ റീട്രെയിനിങ്. ഹൗ ടു അപ്ഡേറ്റ് ദ മോഡൽ ആസ് ന്യൂ ലോഗ്സ് അറൈവ്. ഓട്ടോമാറ്റിക് മോഡൽ റീട്രെയിനിങ്. പിന്നെ ഡീലിംഗ് വിത്ത്, ഇതാണ് ചലഞ്ചസ് ഇൻ ഡീലിംഗ് വിത്ത് ഇൻകൺസിസ്റ്റന്റ് ലോഗിംഗ് ഫോർമാറ്റ്. ഹൗ AI അസിസ്റ്റൻസ് ഇംപ്രൂവ് ഡെവലപ്മെന്റ് എഫിഷ്യൻസി.
അപ്പൊ ഡെവലപ്മെന്റ് എഫിഷ്യൻസിയിൽ നമ്മൾ എ കൊണ്ട് എങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂസിങ് എ അസിസ്റ്റൻസ് ഫോർ കോഡിംഗ്. പിന്നെ വൈ എ പവേർഡ് ക്ലാസിഫിക്കേഷൻ ഔട്ട് പെർഫോംസ് റൂൾ ബേസ്ഡ് അപ്രോച്ച്. ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവൂല്ലോ അല്ലേ? അതായത് റൂൾ ബേസിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് എ പവേർഡ് ക്ലാസിഫിക്കേഷൻ വർക്ക് ചെയ്യും. നമ്മൾ ഒരു എഫിഷ്യന്റ് ലോഗ് സ്റ്റോറേജ് ഉപയോഗിക്കും ഫീച്ചർ അനാലിസിസിന്. ഡാഷ്ബോർഡ് ഫോർ മോണിറ്ററിംഗ് ലോഗ്സ് നമ്മൾ അത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കും ഫോർ ബെറ്റർ ഇൻസൈറ്റ്. അവിടെ വിഷ്വലൈസേഷൻ ഉണ്ട് അവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് കാണിക്കാൻ. പിന്നെ ഒരു അലേർട്ട് സിസ്റ്റം ഉണ്ട്, ജനറേറ്റിംഗ് അലേർട്ട്സ് ഫോർ ക്രിട്ടിക്കൽ ലോഗ് ഇവന്റ്സ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൗ ലാർജ് സ്കെയിൽ എന്റർപ്രൈസ് മാനേജ് ലോഗ്സ്. ലാർജ് സ്കെയിൽ എന്റർപ്രൈസുകൾ ലോഗിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ, ensuring fairness and transparency in automated classification. In a future development in AI powered log monitoring, industry trends in AI log analysis. അത് നമ്മൾ പറഞ്ഞു. Real world success companies implementing AI driven log classification. ഇതിനകത്തുനിന്ന് നമ്മൾ പഠിക്കുന്ന പ്രോജക്റ്റ് ഇംപ്ലിമെന്റിംഗ് ദിസ് ML പ്രോജക്ട്. ഇത് പിന്നെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഗിറ്റ്ഹബ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? GitHub repository and code organization, maintaining a professional and well documented repository. ഈ റിപ്പോസിറ്ററി ഒക്കെ നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ നമ്മുടെ കോഡ് ഡെവലപ്പ് ചെയ്തത് കാണിക്കാൻ GitHub ഒക്കെ ഉപയോഗിക്കില്ലേ? ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാൻ ഉപയോഗിക്കുവോ? എന്നുവെച്ചാല് ഋതുവിന്റെ കേസിലല്ല, ഒരു കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അയാളുടെ പ്രോജക്റ്റിന്റെ ഒരു ക്വാളിറ്റിയും ഒക്കെ കാണിക്കാൻ GitHub കാണിച്ചൂടെ? അതിന്റെ റെഫറൻസുകൾ കൊടുക്കാം അല്ലെ അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലേ? അതായത് യൂസിങ് ഡോക്കർ ഫോർ ഡിപ്ലോയ്മെന്റ്. ഇത് നമ്മൾ ക്ലൗഡ് വന്നുകൊണ്ടാണ് ഈ ഡോക്കർ ഒക്കെ വന്നത്. കണ്ടെയ്നറൈസിങ് ദ ആപ്ലിക്കേഷൻ ഫോർ ഈസ് ഓഫ് ഡിപ്ലോയ്മെന്റ്, ഇത് ക്ലൗഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ CI/CD ഫോർ മൊഡ്യൂൾ അപ്ഡേറ്റ്സ്, ഓട്ടോമേറ്റിംഗ് അപ്ഡേറ്റ്സ് ടു കീപ് ദ സിസ്റ്റം ആക്റ്റീവ്. CI/CD അറിയോ എന്താന്ന്? കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ഡിപ്ലോയ്മെന്റ് അങ്ങനല്ലേ? അതെ, മോഡൽ അപ്ഡേറ്റ്സ്. ലൈവ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ലോ ക്ലാസിഫിക്കേഷൻ, extension of the project, recap the project and its impact in real world scenario. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യില് ഇപ്പൊ കറക്റ്റ് ഡീറ്റെയിൽസ് ഇല്ല. ഞാൻ ഡീറ്റെയിൽസ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. Issues faced by companies without logo monitoring, hybrid classification, packets, training, logistic regression, fast API for backend servers, career, how to add this project regime process. ഇത് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത്, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഇനി അടുത്തുള്ള ഒരു ക്ലാസ്സിൽ പറയാം. നമുക്ക് ഇപ്പൊ പറയേണ്ടത് എന്താന്ന് വെച്ചാല്, ഞാൻ ആ പെൻഡിങ്ങില് ഇങ്ങനെ ഒരു കാര്യം ഞാൻ വാട്സപ്പിൽ ഇട്ടായിരുന്നു, അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതായത് ഹാൻഡ്ലിംഗ് മിസ്സിംഗ് വാല്യൂസ്, ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, പ്രോബിലിറ്റി ബേസിക്സ്, അങ്ങനെ ഒരു കാര്യം ഞാൻ വാട്സപ്പിൽ ഇട്ടായിരുന്നു അല്ലെ?
ഇപ്പൊ മറ്റേ ഇപ്പോഴല്ല, ആട്ടെ ലാസ്റ്റ് ആ, വർക്കിംഗ് ഡേ, ആട്ടെ ലാസ്റ്റ് ആ വർക്കിംഗ് ഡേ ആട്ടെ അത് കയ്യിലുണ്ടല്ലേ? ആ ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു മിനിറ്റ് ഇങ്ങനെയുള്ളു. ഡീപ്സിക് ആണ്. ഡീപ്സില് ഇത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് യൂസ് ടു അനലൈസ് the relationship between variables while they are related. They serve a different purpose. Correlation means the strength and direction of the relationship between two variables. ഇത് അറിയാവുന്ന കാര്യം അല്ലേ? Regression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ relationship between a dependent variable and one or more independent variable. ഇതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. പിന്നെ Pearson and Spearman correlation. Pearson correlation coefficient measures linear relationship between two continuous variables. It quantifies how closely data input fit in a